നമ്മുടെ കപ്പക്ക മരത്തിൻ്റെ മേലെ ഒരു കപ്പക്ക വീഴ്ത്തിട്ടുണ്ട്. അതേതായാലും പറിച്ചെടുക്കാം. ഒരു തണ്ടെടുത്തുകൊണ്ട് വന്നിട്ട് കുത്തി നോക്കുമ്പോഴത്തേക്കും കപ്പക്ക വീഴുന്നില്ല. കപ്പക്ക ആണെങ്കിൽ കുത്തും കിട്ടി, കപ്പക്കക്ക് വേദനയും പറ്റി. അപ്പുറം ഒരു ഇരുമ്പിൻ്റെ തൂണുണ്ട്, അതെടുത്തുകൊണ്ട് വന്നിട്ട് പറിക്കാമെന്നാണ് തോന്നുന്നത്. തൂണെടുത്തിട്ട് വന്നിട്ടുണ്ട്. അതാ നല്ല താഴെ വീഴാണ്ട് പറിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് വേദന പറ്റി ഉടഞ്ഞു പോകും. അത്രയും പഴുത്ത് പാകമായിരിക്കുന്നതാണ്. അതാണ് തണ്ട് കുത്തുമ്പോൾ തന്നെ അതിന് വേദന പറ്റിയത്. താഴെ വീഴാതെ പറിക്കണം, അതാണ്. ഗംഭീരം ഗംഭീരം, സൂപ്പർ. അങ്ങനെയാണ് വേണ്ടത്. വീണിട്ടില്ല, താഴെ വീണാതെ കിട്ടി. ഇരുമ്പിൻ്റെ തൂണുണ്ടായതുകൊണ്ട് സാവധാനത്തിൽ പറിക്കാൻ പറ്റി. നോക്ക് എങ്ങനെയുണ്ട്, ഗംഭീരമല്ലേ, സൂപ്പർ. ഇന്നുകൂടെ കണ്ടോളൂ. ഓക്കെ, നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇനി അത് മുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉഷ ഡ്രീമാണ് മുറിക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ ഉഷ ഡ്രീമിനെ. ഏകദേശം മുറിച്ച് തീരാറായി. മുറിച്ചിട്ട് ഏകദേശം എല്ലാം തൊലി കളഞ്ഞ് മുറിച്ചിട്ടുണ്ട്. അതിൻ്റെ കുരു കൂടി എടുത്ത് വെക്കണം. നല്ല ക്ലിയർ ആയിട്ടുണ്ട്, സൂപ്പർ. മുറിച്ച് തീരുന്നതിന് മുമ്പിട്ട് രുചിയും നോക്കാൻ തുടങ്ങിയോ? അത് നല്ല കാര്യം തന്നെ. ഗംഭീരുണ്ടല്ലേ, ആ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേകദേശം അത് മുറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് രണ്ടുപേരും കൂടി അപ്പോൾ കഴിക്കാം. ഓക്കേ, എങ്ങനെയുണ്ട്? സൂപ്പർ. മധുരമുണ്ടാ? ഗംഭീര, അടിപൊളി. ഇത്ര രുചിയില്ല കപ്പക്കതിന് മുമ്പ് എവിടെ കിട്ടിയിട്ടേ ഇല്ല. അത്ര ഗംഭീരം, സൂപ്പർ. ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കേണ്ടി വരില്ല, അത്രയും നല്ല ഗംഭീരമുണ്ട്. കുറേ ഉണ്ടല്ലേ, ഒരു കപ്പക്ക മുറിച്ചിട്ട് പ്ലേറ്റ് നിറഞ്ഞില്ലേ? നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുണ്ട്. മക്കളെ ഓർമ്മ തിന്നുമ്പോൾ അതന്നെ നാടനല്ലാന്നോ, ചെറിയ വ്യത്യാസമുണ്ടോ? തനി നാടനാണ്. ജ്യൂസ് അടിച്ചാലും നല്ല ടേസ്റ്റാണ്. ഐസെല്ലാം ഇട്ടിട്ട് ചെറിയാൾക്ക് പിടിക്കൂല. ലാസ്റ്റ് 4 വർഷം കിട്ടി കഴിഞ്ഞു. സൂപ്പർ, അടിപൊളി. ഇന്ന് ഭക്ഷണമൊന്നും വേണ്ടിയില്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞു, എനിക്ക് പഴുക്കുന്ന സമയത്ത് തരും കേട്ടോ. നീ ചിപ്പിക്കുട്ടിന് കൊടുക്കാം കുറച്ച്. നമ്മ കൊടുക്കുന്ന അതിന് കൊടുക്കാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഇരുന്നാലേ തരൂ. ഇരിക്ക്. കേക്കുന്നില്ല. മെടുക്കൻ. ഭയങ്കര ഇഷ്ടമാണ് കപ്പക്ക, മാങ്ങ, പിന്നെ ചക്ക, പഴുത്ത ചക്ക, അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും വലിയ മെസ്സില്ല അല്ലേ? അതിലില്ല, എല്ലാ സാധനവും അവന് ഇഷ്ടമാണ്. എല്ലാം ഇട്ട് കൊടുത്തേ ഒന്നിച്ചെന്നെ. എന്നാ തിന്നോ, കുറച്ച് ഓന് കൊടുത്തിട്ട് ബാക്കി തിന്നോ. അത്ര ടേസ്റ്റ് അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. പെട്ടെന്ന് പഴുക്കുന്നില്ല അത്. ചിപ്പിക്കുറ്റാ
ചിപ്പിക്കുറ്റ മാറി അങ്ങോട്ട് കേറ്. എന്താ എല്ലാം കൊടുത്തോ? ഞാൻ വേണ്ടി കൊടുത്തോ? ഓക്കെ, സന്തോഷമായി എൻ്റെ മോന്. ഉറങ്ങക്കോട് പറ്റിയതായിരുന്നു. മതി. കപ്പക്കേൻ്റെ നല്ല വിത്താണ്, അതുകൊണ്ട് നമുക്ക് കുറച്ച് വിത്ത് എടുത്തിട്ട് സൂക്ഷിച്ച് വെക്കാം. അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ വിത്ത് എടുത്തിട്ട് ഉണക്കി വെക്കുന്നത് നമുക്ക് കാണിച്ചു തരാം. പിന്നെ നല്ല വിത്താണ്. മഴക്കാലം വരുമ്പോൾ നമുക്കിത് ഉണക്കി വെച്ചിട്ട് ഇതൊന്ന് ഇങ്ങനെ വിതറി കൊടുത്താൽ നല്ല പോലെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനി ഉണങ്ങാൻ വെക്കണം. ഇത് ഒന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ ഒരു കട്ടയായി പോകും. അത് കാരണം അത് വേറെ പറയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെണ്ണീരിട്ടിട്ട് പെരക്കുന്നുണ്ട്. വെണ്ണീരിട്ട് പെരക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിക്കോ, കുരു ഇപ്പം എല്ലാം വേറെ വേറെ ആയിട്ട് കിട്ടും. കണ്ടോ, ഇപ്പോൾ കുരു ഓരോരോ മണിമണിയായിട്ട് നിൽക്കുന്നുണ്ടോ, വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതാ എല്ലാം വേറെ വേറെ ആയി. അങ്ങനെ തന്നെ ഉണക്കിയാൽ എല്ലാം ഒട്ടിപ്പിടിക്കും അല്ലേ? എല്ലാം ഒട്ടിപ്പിടിക്കും. പിന്നെ അതെല്ലാം കൂടായിട്ട് മുളക്കും. കൂടായിട്ട് മുളച്ചു കഴിഞ്ഞാൽ അത് പൊരിച്ച് നടന്നതിന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇത് ഇനി മഴ ഉണക്കിയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പം അങ്ങ് വെതറി കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ട് നല്ല കിടിലം കപ്പൊക്കെ തൈര് വരും. നല്ല വിത്താണ്, അതുകൊണ്ടാണ് എടുത്തു വെച്ചത് അല്ലേ? അതെ അതെ, നല്ല സൂപ്പർ അല്ലേ? സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നല്ല വിഷം ഒന്നും ഇല്ലാത്ത ഫ്രൂട്ട്. അതെ അതെ. ഇനി ഇത് ഉണക്കാൻ വെക്കണം അല്ലേ? വെയിലത്ത് ഉണക്കണം. നല്ലതായി ഉണങ്ങി ഇത് പ്ലാസ്റ്റിക്കിന്റെ കൊട്ടിൽ അവിടെ കെട്ടി വെച്ച് മഴ വരുമ്പോ നമുക്ക് ആ ഫസ്റ്റ് മഴ പെയ്ത ഉടനെ അതങ്ങ് വെതറി കൊടുക്കാം. അപ്പോൾ മുളച്ചു വരും. ഇനി നമുക്ക് അപ്പം അതിൻ്റെ തയ്യെല്ലാം പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ നമ്മളിങ്ങനെ കുരു എടുത്ത് സൂക്ഷിച്ച് വെച്ച് എല്ലാ വർഷവും മഴ പെയ്യുമ്പോൾ വെതറി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്നും നമ്മളെ വീട്ടാവശ്യത്തിന് വേണ്ടുന്ന കപ്പൊക്കെ തൈ കിട്ടൂലൂ അല്ലേ? പുതിയ തൈ നട്ടുപിടിപ്പിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കൂല. ഇങ്ങനെ വെതറി കൊടുത്തിട്ട് തനിയെ മുളച്ചു വരുന്നതാണ് നല്ലതായിട്ട് വരിക. നട്ടുപിടിപ്പിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തനിയെ മുളച്ചു വരുന്നത് നല്ലതായിട്ടുണ്ടാവും. ഓക്കെ. ഈ വീഡിയോ കണ്ടവര് ഇഷ്ടപ്പെട്ടവര് പിന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് കൂടി ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഓക്കെ. ഒരു അടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ഓൺ ആക്കിയിടുക, അമർത്തി കൊടുക്കുക. ഓക്കെ. ബൈ.